ഹായ് ഗൈസ്. സോ ഇതുവരെ നമ്മൾ പ്രൊഡക്റ്റ് ക്ലാസ്സും പ്രൊഡക്റ്റ് ഐറ്റം ക്ലാസ്സും പ്രൊഡക്റ്റ് ലിസ്റ്റ് ക്ലാസ്സും യൂസ് ചെയ്ത് പ്രൊഡക്ട്സ് സ്ക്രീനിൽ റെൻഡർ ചെയ്തു അല്ലേ. പക്ഷേ ഇനി ഒരു കാർട്ട് സെക്ഷൻ കൂടി നമുക്ക് സ്ക്രീനിൽ കാണിക്കേണ്ടതുണ്ട്. അതായത് ടോപ്പിൽ ഏറ്റവും മുകളിൽ ടോട്ടൽ എമൗണ്ട് കാണിക്കണം, അതിൻ്റെ താഴെ ഒരു ഓർഡർ നൗ ബട്ടണും കൂടി നമുക്ക് കാണിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ കാർട്ട് ഏരിയയും പ്രൊഡക്റ്റ് ലിസ്റ്റ് ഏരിയയും രണ്ടും സെയിം തിങ് അല്ല എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് ലിസ്റ്റ് ക്ലാസിൻ്റെ ജോബ് പ്രൊഡക്ട്സ് റെൻഡർ ചെയ്യുന്നത് എന്നതാണ്. കാർട്ട് റെൻഡർ ചെയ്യുന്നത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അതുകൊണ്ട് കാർട്ടിന് വേണ്ടി നമ്മൾ ഒരു സെപ്പറേറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആ ക്ലാസ്സിൻ്റെ നെയിം തൽക്കാലം നമുക്ക് ഷോപ്പിംഗ് കാർട്ട് എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ നമുക്കിവിടെ താഴെ അതൊന്ന് എഴുതാം, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് പേര് കൊടുക്കുന്നത് വെച്ചാൽ ഷോപ്പിംഗ് കാർട്ട് എന്ന് കൊടുക്കാം. ഷോപ്പിംഗ് കാർട്ട് എന്ന് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ തൽക്കാലം ഒരു ഐറ്റംസ് MTR കൊടുക്കാം. പിന്നെ ഒന്ന് ഈക്വൽ ടു ആണ്, സോറി ഈക്വൽ ടു. എന്നിട്ട് ഞാനൊരു റെൻഡർ മെത്തേഡ് എഴുതാം ഇവിടെ. ഓക്കെ, സോ റെൻഡർ മെത്തേഡിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ ഞാൻ ആദ്യം സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സംഭവം എഴുതാം. കോൺസ്റ്റ് കാർട്ട് EL എന്നാക്കാം. കാർട്ട് EL കാർട്ട് എലമെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സെക്ഷനാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സെക്ഷൻ. ഓക്കെ, എന്നിട്ട് ഞാനൊരു ക്ലാസ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിന്. സോ കാർട്ട് EL ഡോട്ട് ക്ലാസ് നെയിം ഈക്വൽ ടു ഞാനൊരു കാർട്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ക്ലാസ് നെയിം ഓൾറെഡി ഇവിടെ CSS ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കാർട്ട് എന്ന് പറഞ്ഞിട്ട് കാർട്ട്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ക്ലാസ് നെയിം ഇവിടെ കാർട്ട് തന്നെ കൊടുക്കുന്നത്. ഇനി ഒരു ഇന്നർ HTML നമുക്ക് കൊടുക്കണം, കുറച്ച് കണ്ടൻസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട്. സോ അതും കൂടി നമുക്ക് ഒരു കൈയോടെ എഴുതാം. സോ അതിന് വേണ്ടിയിട്ട് കാർട്ട് എലമെൻറ്റ് ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു ഇവിടെ ഞാൻ ആദ്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു H2 ടാഗ് എഴുതാം. ക്ലോസിംഗ് ടാഗ് H2. ഓക്കെ, ഈ H2ൻ്റെ ഉള്ളിൽ ഞാൻ ടോട്ടലാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ടോട്ടൽ എന്നിട്ട് ആ ഒരു എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ടാണ് ഞാനിവിടെ തൽക്കാലം 0 നമുക്ക് ഇത് വേണ്ട 0 എന്ന് കൊടുക്കാം. ടോട്ടൽ 0 എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയൊരു ബട്ടണും കൂടി നമുക്ക് കൈയോടെ കൊടുക്കാം. അതും കൂടി നമുക്കിവിടെ എഴുതി വയ്ക്കാം. സോ ബട്ടൺ സെമിക്കോളൻ. ഓക്കെ, ബട്ടൻ്റെ ഉള്ളിൽ ഞാൻ ഓർഡർ പേര് കൊടുക്കാം. ഓർഡർ നൗ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന് സേവ് ചെയ്യാം ഇവിടെ. പക്ഷെ കഴിഞ്ഞിട്ടില്ല, നമുക്കിത് റിട്ടേൺ ചെയ്യണം. സോ ഇത് നമ്മൾ എഴുതിയിരിക്കുന്ന ഇവിടെ ഞാനിത് കൈയോടെ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ കാർട്ട് EL റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഷോപ്പിംഗ് കാർട്ട് എന്നുള്ള ക്ലാസ്. ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ആദ്യം ഒരു ഐറ്റം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഓക്കെ, അതിൻ്റെ ഇനീഷ്യലൈസ് MTR ആയിട്ടാണ് ഞാൻ ഇനീഷ്യലൈസ് ചെയ്യുന്ന ഐറ്റംസ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ലേറ്റർ യൂസർ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കാർട്ടിൽ വരുന്ന പ്രൊഡക്ട്സ് ഇവിടെ സ്റ്റോർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആക്ച്വൽ ലോജിക് ഒന്നും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടില്ല. സോ ടെമ്പറിൽ ഇത് MTR ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു റെൻഡർ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ റെൻഡർ മെത്തേഡിൻ്റെ ജോബ് കാർട്ട് സെക്ഷൻ്റെ HTML ക്രിയേറ്റ് ചെയ്തത് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ബേസിക്കലി നമ്മൾ എന്താ വെച്ചാൽ
ക്രിയേറ്റ് എലമെൻറ്റ് വെച്ച് സെക്ഷൻ കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു സെക്ഷൻ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിലൂടെ CSS ക്ലാസ് അസൈൻ ചെയ്യുന്നു. സോ സ്റ്റൈലിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് കാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളിവിടെ ഇന്നർ HTML കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നു. ടോട്ടൽ ഞാനിവിടെ 0 എന്നത് കറൻ്റ്ലി സ്റ്റാറ്റിക് വാല്യൂ ആണ്, ഇപ്പോൾ ടോട്ടൽ ഡൈനാമിക് അല്ല. പിന്നീട് കാർട്ട് ലോജിക് ആഡ് ചെയ്താൽ ഈ 0 ചേഞ്ച് ആവും. ഫൈനലി നമ്മൾ ഈ റിട്ടേൺ കാർട്ട് എലമെൻറ്റ്, ഈ കാർട്ടിയൽ ബേസിക്കലി നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റിട്ടേൺ ചെയ്യുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ക്ലാസ് റെൻഡർ ചെയ്ത എലമെൻറ്റ് വേറെ ഒരു പ്ലേസിൽ അപ്പൻ ചെയ്യേണ്ടതാണ് നമുക്ക്. സോ ഇവിടെ നേരിട്ട് ഡോമിൽ അപ്പൻ ചെയ്യുന്നില്ല, ജസ്റ്റ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നതെന്ന് മാത്രം. മുൻപ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ക്ലാസ് നേരിട്ട് നമ്മൾ എന്താ വെച്ചാൽ ആപ്പ് എന്നുള്ളൊരു ID എന്ന ഡിവിലൊരു ID എടുത്ത് അപ്പൻ ചെയ്യുകയായിരുന്നു. പക്ഷേ ഇനി ആപ്പ് ലെവൽ റെൻഡറിങ് ഷോപ്പ് ക്ലാസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് ഇനി ഡോമിൽ അപ്പൻ ചെയ്യാതെ ജസ്റ്റ് പ്രൊഡക്റ്റ് ലിസ്റ്റ് എലമെൻറ്റ് റിട്ടേൺ ചെയ്യണം. സോ അതിന് നമ്മൾ കറസ്പോണ്ടിങ്ങിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. സോ നമുക്ക് ചെക്ക് ചെയ്യാൻ പ്രൊഡക്റ്റ് ലിസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ പകരം എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് റെൻഡർ എടുത്ത് ക്ലാസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളിവിടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് നമ്മൾ വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ റെൻഡർ മെത്തേഡ് ഉണ്ട്. റെൻഡറിൽ നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ അപ്പൻഡ് ചെയ്യുന്നുണ്ട്. കറൻ്റ്ലി റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. ഓക്കെ, സോ ഞാൻ ഈ റെൻഡർ ഹുക്ക് മാറ്റിയിട്ട് കമൻറ്റ് ഔട്ട് ചെയ്ത തൽക്കാലം നമുക്ക് റിട്ടേൺ ചെയ്യാണ് വേണ്ടത് ഇവിടെ. അപ്പം പ്രൊഡിയിൽ കഴിഞ്ഞിട്ട് ഞാനിവിടെ റിട്ടേൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രൊഡക്റ്റ് ലിസ്റ്റാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ക്ലാസ്സിൽ ചെറിയൊരു ചേഞ്ച് വേണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഓഫ് ആപ്പ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നു അല്ലേ. ആപ്പ് എന്ന് പറഞ്ഞത് തൊട്ടാണ് നമ്മുടെ ഇൻഡെക്സ് ഡോട്ട് HTML ഒരു ഇതാണ്, div ആണ് ഈ ആപ്പ്. സോ അതിലേക്കാണ് നമ്മൾ അപ്പൻഡ് ചെയ്ത് വെച്ചിരുന്നത് അല്ലേ. സോ ഡയറക്റ്റ്ലി ഡോമിൽ അപ്പൻഡ് ചെയ്യുകയായിരുന്നു മുമ്പ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വേണ്ട, കാരണം ആപ്പിൽ എന്തൊക്കെയോ റെൻഡർ ചെയ്യണം എന്നത് ഒരു പാരൻറ്റ് ക്ലാസ് ഡിസൈഡ് ആണ് ചെയ്യുന്നത്. സോ പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ റെൻഡർ മെത്തേഡ് ഇപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് റിട്ടേൺ മാത്രമായിരിക്കും ചെയ്യുന്നത് ഇപ്പം. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മളിവിടെ അൺഓർഡേഡ് ലിസ്റ്റൊക്കെയാണ് എടുക്കുന്നത്. UL കണ്ടു, ഇവിടെ അൺഓർഡേഡ് ലിസ്റ്റ് എടുത്തിട്ട് ഒരു അൺഓർഡേഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ സ്റ്റൈലിന് വേണ്ടി ക്ലാസ് ആഡ് ചെയ്യുന്നു. അതിന് ശേഷം ലൂപ്പ് യൂസ് ചെയ്ത് ഓരോ പ്രൊഡക്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മളിവിടെ കറൻറ്റ്ലി ചെയ്യുന്നത്. ഇവിടെ ഓരോ പ്രൊഡക്റ്റ് ഐറ്റവും സ്വന്തം ക്രിയേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യും. അതിലേക്ക് ULലേക്ക് നമ്മൾ അപ്പൻ ചെയ്യുന്നു. ഫൈനലി നമ്മൾ എന്താ വെച്ചാൽ ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്താണോ പ്രൊഡക്റ്റ് ലിസ്റ്റ് വെച്ചാൽ അത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. സോ ഇപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോം മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് എലമെൻറ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നു. ഇത് വളരെ ബേസ്ഡ് തിങ്കിങ്ങിൽ വളരെ നല്ല പ്രാക്ടീസാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വെച്ചാൽ പ്രൊഡക്റ്റ് ഐറ്റം ക്ലാസ് സെയിം തന്നെയായിരിക്കും. ബേസിക്കലി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഐറ്റം ക്ലാസ്സിൽ ബേസിക്കലി ഇത് സെയിം തന്നെയാണ്. നമ്മൾ ആഡ് ടു കാർട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ കറൻ്റ്ലി നമ്മളൊന്നും എഴുതിയില്ല, ജസ്റ്റ് കൺസോൾ ലോഗ് മാത്രമേ എഴുതിയുള്ളൂ. പിന്നെ റെൻഡർ ചെയ്തിട്ട് നമ്മൾ ഫൈനലി ഇവിടെ div എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ആഡ് ടു കാർട്ട് ബട്ടൺ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവന്റ് ലിസ്റ്ററൊക്കെ വെച്ച് ആഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് എലമെൻറ്റ് എന്താ വെച്ചാൽ ഇതിവിടെ റിട്ടേൺ ചെയ്യുന്നു. സോ പ്രൊഡക്റ്റ് ഐറ്റം ക്ലാസ് ഇപ്പോൾ സെയിം തന്നെയാണ്. ഇവിടെ ഒരു പ്രൊഡക്റ്റിനും ഒരു സിംഗിൾ ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. റെൻഡർ മെത്തേഡിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് ഇമേജ് ടൈറ്റിൽ പ്രൈസ് ഡിസ്ക്രിപ്ഷൻ ബട്ടൺ എല്ലാം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ബട്ടൺ ലാസ്റ്റ് നമ്മൾ വെച്ചാൽ ഒരു ബട്ടൺ സെലക്ട് ചെയ്ത് ക്ലിക്ക് ഇവന്റ് ലിസ്റ്റർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബൈൻഡ് ഓഫ് ദിസ് നമ്മൾ പറഞ്ഞിരുന്നു, കാരണം കൊടുക്കാൻ കാരണം വെച്ചാൽ ആഡ് ടു കാർട്ട് മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ അതിനുള്ളിൽ ദിസ് പ്രൊഡക്റ്റ് ഐറ്റം ഒബ്ജക്റ്റിൽ പോയിന്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ ബേസിക്കലി കൺസോൾ ഡോട്ടിൽ നമ്മൾ ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺസോളിൽ നിന്ന് ബേസിക്കലി പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കാണാനും പറ്റും നമുക്ക്. നമ്മളത് ചെക്ക് ചെയ്തതിന് കഴിഞ്ഞ വീഡിയോയിൽ. പക്ഷേ കാർട്ടിലൊന്നും മാറില്ല. അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കറസ്പോണ്ടിങ് വർക്കൗട്ട് ചെയ്യാം. ഇനി നമ്മുടെ കാർട്ടും പ്രൊഡക്റ്റ് ലിസ്റ്റും രണ്ടുണ്ട് നമ്മുടെ കേസിൽ. ഓക്കെ, സോ ഇവയെ സ്ക്രീനിൽ റെൻഡർ ചെയ്യാൻ ഒരു പാരന്റ് ക്ലാസ് വേണം. അതാണ് നമുക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഷോപ്പ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസ് ഷോപ്പ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ റെൻഡർ മെത്തേഡ് ഏതാണ്. ഓക്കെ, സോ റെൻഡർ മെത്തേഡിൻ്റെ ഉള്ളിൽ ഞാൻ കോൺസ്റ്റ് റെൻഡർ ഹൂക്ക് ഈക്വൽ ടു, റെൻഡർ ഹൂക്ക് വേറെ എവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് റെൻഡർ ഹൂക്ക്.
സോ ഇത് ഞാനിവിടെ തൽക്കാലം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി റെൻഡർ ഹുക്കിൻ്റെ ഇവിടെ ആവശ്യമില്ല നമുക്ക്. സോ അത് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഓക്കെ, റെൻഡർ ഹുക്ക് നമ്മളെടുത്തു. ഇനി നമ്മളെന്ന് വെച്ചാൽ ഒരു കാർട്ട് ഇൻസ്റ്റൻസ് എടുക്കണം. കോൺസ്റ്റ് കാർട്ട് ഈക്വൽ ടു ന്യൂ ഷോപ്പിംഗ് കാർട്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ കോൺസ്റ്റ് കാർട്ട് EL ഈക്വൽ ടു കാർട്ട് ഡോട്ട് റെൻഡർ. സോ നമ്മളിത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഈ മോഡത്തെ ഇത് കിട്ടി. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് എടുക്കണം. നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ലിസ്റ്റ് എടുക്കണം. എന്നിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് റെൻഡറും നമ്മൾ എടുക്കണം. സോ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇടാണ്. എന്നിട്ട് കാരണം ഇപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് റെൻഡർ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് കറസ്പോണ്ടിങ്ങിൽ എടുക്കേണ്ടതുണ്ട്. സോ പ്രൊഡക്റ്റ് ലിസ്റ്റ് ELക്ക് ഞാനത് ഒരു വേരിയബിൾ അസൈൻ ചെയ്യാം. കോൺസ്റ്റ് ലിസ്റ്റ് EL ഈക്വൽ ടു പ്രൊഡക്റ്റ് ലിസ്റ്റ് റെൻഡർ. ഓക്കെ, ഇപ്പോൾ രണ്ട് റെൻഡർ ആയിട്ടുണ്ട്. ഒന്ന് കാർട്ടിൻ്റെ മോഡിയത്തെ കാർട്ടിൻ്റെ സെക്ഷൻ റെൻഡർ ആയിട്ടുണ്ട്, പിന്നെ പ്രൊഡക്റ്റ് ലിസ്റ്റ് റെൻഡർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ. പക്ഷേ കറൻ്റ്ലി നമ്മൾ അത് അപ്പൻഡ് ചെയ്തിട്ടില്ല. സോ റെൻഡർ അതൊന്ന് അപ്പൻഡ് ചെയ്തിടാം. റെൻഡർ ഹുക്ക് ഡോട്ട് അപ്പൻഡ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കാർട്ട് ഒന്ന് അപ്പൻഡ് ചെയ്യണം. സെക്കൻഡ് വന്നിട്ട് റെൻഡർ ഹുക്ക് ഡോട്ട് അപ്പൻഡ്. ഇവിടെ വന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് EL അപ്പൻഡ് ചെയ്യുന്നു. ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പുതിയൊരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ പേരാണ് നമ്മളിവിടെ കൊടുത്തത് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഈ ക്ലാസ്സിൻ്റെ ജോബ് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ്റെ മെയിൻ UI സെക്ഷൻസ് കമ്പൈൻ ചെയ്ത് സ്ക്രീനിൽ റെൻഡർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കാർട്ട് റെൻഡർ ചെയ്യണം, പ്രൊഡക്റ്റ് ലിസ്റ്റും റെൻഡർ ചെയ്യണം. ആദ്യം നമ്മൾ എന്താ വെച്ചാൽ റെൻഡർ ഹുക്ക് നമ്മൾ ഇതെടുത്തു, ഇൻഡെക്സ് ഡോട്ട് HTML ആപ്പ് ഡിവിൻ്റെ സെലക്ട് ചെയ്തെടുത്തു. പിന്നെ കാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഷോപ്പിംഗ് കാർട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ റെൻഡേഡ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം പ്രൊഡക്റ്റ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെയും പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ എലമെൻറ്റ് നമുക്ക് കിട്ടുന്നു. ഫൈനലി നമ്മൾ എന്ന് വെച്ചാൽ റെൻഡർ ഹുക്ക് ഡോട്ട് അപ്പൻഡ് വെച്ചിട്ട് ആദ്യം കാർട്ട് അപ്പൻ ചെയ്യുന്നു. അതിന് താഴെ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റും അപ്പൻ ചെയ്യുന്നു. സോ സ്ക്രീനിൽ ബേസിക്കലി നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ ഇത് കാർട്ട് സെക്ഷൻ കാണും, താഴെ പ്രൊഡക്റ്റ് ലിസ്റ്റും കാണും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കത് നമ്മുടെ എഴുതിയ കോഡ് വർക്ക് ആവുന്നുണ്ടോയെന്ന്. ഓക്കെ, ചെയ്ത് നോക്കാം. സോ നമുക്ക് പക്ഷേ വർക്കായിട്ട് നമ്മൾ കോൾ ചെയ്തിട്ടില്ല. ഇനി അത് കോളും കൂടി ചെയ്തിട്ട് നമുക്ക് വർക്കാക്കാം. സോ ഞാൻ ഈ ക്ലാസ് കോൾ ചെയ്യണം. സോ ഞാൻ കോൺസ്റ്റ് ഷോപ്പ് ഈക്വൽ ടു ന്യൂ ഷോപ്പ്, അത് കഴിഞ്ഞിട്ട് ഷോപ്പ് ഡോട്ട് റെൻഡർ വിളിച്ചു. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചാൽ എല്ലാ ക്ലാസ് ഡെഫിനിഷന് ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ബേസിക്കലി ഇതോടെ സ്റ്റോപ്പ് ക്ലാസ് റെൻഡർ മെത്തേഡ് നമ്മൾ കറസ്പോണ്ടിങ്ങിൽ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഒന്ന് റീലോഡ് ചെയ്യാം. സോ ബേസിക്കലി നമുക്കിവിടെ കിട്ടി. നമ്മുടെ ടോട്ടൽ 0 ആണ്. ഒരു ഓർഡർ നമ്പർ വന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ്ങിലെ ഐറ്റംസും നമ്മളുണ്ട്. ഓക്കെ, ഇതോടെ കാർട്ടും പ്രൊഡക്റ്റ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്ത് ഡോമിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കറൻ്റ്ലി. ഓക്കെ, സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ മെൻഷൻ ചെയ്യാം, ഫിക്സ് ചെയ്യാൻ ട്രൈ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്. ബൈ.